ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഓണസദ്യയിലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കൂട്ടുകറി ഞാൻ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയുടെ മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഓണം സീരീസിന്റെ 6ാമത്തെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ റെസിപ്പികളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഓണം റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടല ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചു. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കടല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം വേണം തുറന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കടല ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വേവിക്കണ പോലെ അത്രയും നന്നായിട്ട് വേവേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കായയും 250 ഗ്രാം ചേനയുമാണ് കേട്ടോ. അത് ഇതേപോലെ ചതുരക്കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടുകറിക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു മധുരം ഉള്ള കൂട്ടുകറിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം എൻ്റെ കൂട്ടുകറിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഒരു കടല വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ കഷ്ണങ്ങളും കൂടെ വേവിക്കണത്. ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരിക്കലും നന്നായിട്ട് അരച്ചെടുക്കരുത്, ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആ ജീരകമൊക്കെ ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അത്രയും മതി. അതേപോലെ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് എയർ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കണേ കേട്ടോ. കാരണം ഓവർ കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കഷ്ണങ്ങളെല്ലാം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതായിപ്പോൾ നമ്മുടെ ചേനയും കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുക്കർ വാങ്ങി വെച്ചിട്ട് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1.5 മുറി നാളികേരം ചിരണ്ടിയതാണ് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ തേങ്ങ ഫ്രൈ ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ കറിയുടെ ടേസ്റ്റ് കേട്ടോ, കൂട്ടുകറിയുടെ ടേസ്റ്റ്. അപ്പം നേരിയ ഫ്ലെയിമിലിട്ടിട്ട് വളരെ പതുക്കെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഈ ഒരു ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നപ്പോഴും നമ്മളത് അരികത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 3-4 മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ആ അരികത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ചുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യണത്. കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ചീനച്ചട്ടിയിലാണ് വറുത്തിടുക. അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ കടലയും കഷ്ണങ്ങളും എടുക്കുകയാണെങ്കിൽ ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സദ്യയിലെ സ്വാദിഷ്ടമായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു തേങ്ങ ഫ്രൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.